إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠനായ സഹാബി, ആ സഹാബിമാരിൽ വെച്ച് ഏറ്റവും സ്ഥാനമുള്ള വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാൻ മാത്രമുള്ള സംഭവങ്ങൾ, ധാരാളക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തത്തെ തന്നെയും അതുപോലെ തന്നെ അവിടുത്തെ സമ്പത്തും എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെലവഴിച്ചു. സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഹുബ്ബു അബീ ബക്രിൻ മിനസ് സുന്നഹ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ട കാര്യമാകുന്നു. വകാനു യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബഹു കമാ യുഅല്ലിമൂന സൂറതൻ മിനൽ ഖുർആൻ. സലഫുകൾ, നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ, അവർ അവരുടെ മക്കൾക്ക്, അവരുടെ സന്താനങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം, അവിടുത്തെ ചരിത്രം അവർക്ക് ഖുർആനിലെ ഒരു സൂറത്ത് പോലെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുറൈശികളിലെ നേതാക്കന്മാരിൽപ്പെട്ട വ്യക്തിത്വമായിരുന്നു. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ഒരു സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലായി നിയോഗിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ പെട്ടെന്ന് തന്നെ വിശ്വസിച്ച സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് കാത്തു നിൽക്കുകയോ അതല്ല വേറെ ആരെങ്കിലും വിശ്വസിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ വിശ്വസിക്കാം എന്നൊരു നിലപാടായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നുകൊണ്ട് പറയുകയാണ്, ഞാനിതാ റസൂലായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംശയവുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചിട്ടുണ്ട്. റസൂലിന്റെ കൂടെ മക്കയിലും അതുപോലെ തന്നെ മദീനയിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ തന്നെ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകുന്നതിലും അതുപോലെ തന്നെ റസൂൽ പങ്കെടുത്ത എല്ലാ യുദ്ധത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പങ്കെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിലും അങ്ങേയറ്റം മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ധാരാളം സഹാബിമാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാർ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ഹദീസിൽ 10ഓളം സഹാബിമാർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ അശറത്തുൽ മുബശ്ശിരീൻ 10 സഹാബിമാർ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാർ, അവരിൽ 5 ആളുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയാണ് ഇസ്ലാമിലേക്ക് വന്നത്. ആരാണവർ? ഉസ്മാൻ, അസ്സുബൈർ, സഅദ്,
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, തൽഹത്ത് ഇബ്നു ഉബൈദില്ല എന്നീ സഹാബിമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലെ അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അടിമകളായിരുന്ന 7ഓളം സഹാബിമാരെ മുശ്രിക്കീങ്ങൾ വളരെയധികം പ്രയാസപ്പെടുത്തിയ 7ഓളം സഹാബിമാരെ അടിമകളായ അവരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന സഹാബി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ഈമാൻ, അതുപോലെ തന്നെ അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ മുൻപന്തിയിൽ തന്നെയായിരുന്നു. ഈ ഒരു സംഭവം നോക്കൂ. ഫലമ്മ ബുതുലിയൽ മുസ്ലിമൂന ഖറജ അബൂബക്കർ മുഹാജിറൻ നഹ്വ അർളിൽ ഹബശ. ഇതാ മക്കയിലെ മുശ്രിക്കീങ്ങൾ സഹാബിമാർ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം വളരെ കഠിനമായി കൊണ്ട് അവരിതാ പീഡിപ്പിക്കുകയാണ്. അവരുടെ പീഡനം സഹിക്കവയ്യാതെ സ്വന്തം നാട്ടിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബശയിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയാണത് നോക്കാം. ഹത്താ ഇദാ ബർഖുൽ ഗമാദ് ലഖിയഹു ഇബ്നു ദഗിന്ന. ബർഖുൽ ഗമാദ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഇബ്നു ദഗിന്ന എന്ന് പറയുന്ന ഒരാളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. വഹുവ സയ്യിദുൽ ഖാറ. ഖാറ എന്ന് പറയുന്ന ഗോത്രത്തിന്റെ നേതാവാണ് ഇബ്നു ദഗിന്ന. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, അയ്ന തുരീദ് യാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ, അങ്ങ് എങ്ങോട്ടേക്കാണ് യാത്ര, അങ്ങ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഫഖാല അബൂബക്കർ അഖ്റജനി ഖൗമി, എന്റെ സമുദായം ഇതാ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്ന വാക്കുണ്ട്, ഫഉരീദു അൻ അസീഹ ഫിൽ അർള്, ഞാനിങ്ങനെ ഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം എന്തെന്നാൽ വഅബ്ദു റബ്ബി, എന്റെ റബ്ബിനെ എനിക്ക് ഇബാദത്ത് ചെയ്യണം, എന്റെ റബ്ബിനെ എനിക്ക് ആരാധിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും സമാധാനപൂർണമായ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ എന്റെ നാട്ടിൽ നിന്നും പുറപ്പെട്ടതാണ് എന്ന് ഇബ്നു ദഗിന്നയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇബ്നു ദഗിന്ന അദ്ദേഹം ആ സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം മുശ്രിക്കായിരുന്നു, അദ്ദേഹം പറയുകയാണ്, ഫഇന്ന മിസ്ലക യാ അബൂബക്കർ ലാ യുഖ്രിജ് വലാ യഖ്റുജ്, അങ്ങയെ പോലുള്ള ഒരു വ്യക്തി ഒരിക്കലും പുറത്താക്കപ്പെടാൻ പാടില്ല, അതല്ല എങ്കിൽ ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം ഓരോ മുസ്ലിമീങ്ങളും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതുണ്ട്, എങ്ങനെയായിരുന്നു സഹാബിമാരെന്നുള്ളത്. അവിടുന്ന് പറയുകയാണ്, ഇന്നക തക്സിബുൽ മഅദൂം വതസിലു റഹിം, അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നയാളാണ്, അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുന്നയാളാണ്. വതഹ്മിലുൽ കൽ വതുഖരി അദ്വൈഫ്, എന്താണ് അതിഥികളെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ അത്താണിയായി കൊണ്ടുള്ള അബൂബക്കർ, അങ്ങേ പോലുള്ള ഒരാൾ ഈ നാട്ടിൽ നിന്നും പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഫഅനലക ജാർ, ഞാൻ അങ്ങയെ സംരക്ഷിക്കാം, നിങ്ങൾ എന്ത് ചെയ്യണം, വഅബ്ദു റബ്ബക ബിവലദിക്, നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ അഥവാ മക്കയിൽ തന്നെ തിരിച്ചു പോകണം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു കൊള്ളുക എന്ന് ഇബ്നു ദഗിന്ന പറഞ്ഞു. അങ്ങനെ സഹോദരങ്ങളെ, അദ്ദേഹം മക്കയിലേക്ക് പോയി. ആരുടെ കീഴിൽ? ഇബ്നു ദഗിന്ന എന്ന് പറയുന്നയാളുടെ കീഴിൽ. അങ്ങനെ അദ്ദേഹം ഇദാ ഫബ്തന മസ്ജിദൻ ബിഫിനാഇ ദാരിഹി, ഇബ്നു ദഗിന്ന എന്ന് പറയുന്നയാളുടെ വീട്ടുമുറ്റത്ത് അദ്ദേഹം ഒരു മസ്ജിദ് പണിഞ്ഞു. വകാന യുസല്ലി ഫീഹി വയഖറഉൽ ഖുർആൻ, അദ്ദേഹം അവിടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിസ്കാരവും അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിലും മുഴുകി. ഫയൻഖസിഫു അലൈഹി നിസാഉൽ മുശ്രികീന വഅബ്നാഉഹും, എന്നാൽ മുശ്രികീങ്ങളിൽപ്പെട്ട സ്ത്രീകളും അവരുടെ കുട്ടികളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹം വളരെ മനോഹരമായി കൊണ്ട് ഖുർആൻ അത് പാരായണം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വകാന അബൂബക്കർ റജുലുൻ ബക്കാഅ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ധാരാളമായി കരയുന്ന വ്യക്തിയാണ്. എപ്പോൾ? ലാ യംലികു ഐനൈഹി ഇദാ ഖറഅൽ ഖുർആൻ, ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുനീര് അത് പിടിച്ചു വെക്കാൻ സാധിക്കാറില്ല. അതാണ് സഹോദരങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അത്രയും മനസ്സിൽ തട്ടിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ മുശ്രികീങ്ങളുടെ സ്ത്രീകളും കുട്ടികളും അവർ ഫിത്നയിലായി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് അവരുടെ ആളുകൾ വന്നുകൊണ്ട് ഇബ്നു ദഗിന്നയോട് പറയുകയാണ്, അബൂബക്കറിനോട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയണം, ഒന്നെങ്കിൽ അദ്ദേഹത്തോട് ഇവിടെ നിന്ന് പോകാൻ പറയണം, ഒരിക്കലും ഇത് നടത്താൻ പാടില്ല എന്ന് ഇബ്നു ദഗിന്നയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അതെ, നീ ഈ രൂപത്തിൽ ചെയ്യാൻ പാടില്ല, ഒന്നെങ്കിൽ ഒന്നും ചെയ്യാതെ ആരും കാണാതെ ഒതുങ്ങിക്കൂടണം, അതല്ല എങ്കിൽ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഫഇന്നി അറുദ്ദു ഇലൈക ജിവാറക്, ഇതാ ഞാൻ നിന്നിലേക്ക് തന്നെ
എന്നെ സഹായിച്ചത് ഏൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സംരക്ഷിച്ചുകൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്രയായ സംഭവം നമുക്കറിയാം. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അതല്ല എങ്കിൽ എല്ലാ അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സംരക്ഷിക്കുമെന്ന ആ ഉറച്ച ഈമാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റക്കുള്ള അനുമതി ലഭിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഇല്ല എന്നല്ല പറഞ്ഞത്. ആ ഒരു സംഭവം നമുക്ക് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റക്ക് അനുമതി ലഭിച്ചപ്പോൾ അദ്ദേഹം ഉച്ചയുടെ സമയത്തോടടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ പോകാത്ത സമയമാണത്. റസൂൽ ഖൈലൂല ഉറങ്ങുന്ന സമയമാണത്. ഖൈലൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചമയക്കം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരുന്നു അത്. എന്നാൽ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അദിന ലീ ഫിൽ ഖുറൂജി വൽ ഹിജ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ എനിക്ക് ഹിജ്റ പോകാൻ അനുമതി നൽകിയിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോടൊപ്പം ഞാനുമുണ്ട്, അങ്ങയോടൊപ്പം ഞാനുമുണ്ട്. ഒരിക്കലും എന്തു പറഞ്ഞില്ല, റസൂലേ നിങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ മർദ്ദനവും പീഡനവുമായിരിക്കും, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്നല്ല പറഞ്ഞത്. അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ കൂടെ ഞാനുമുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവിടുത്തെ മകൾ, പൊന്നോമന മകൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നതായി കാണാൻ സാധിക്കും, മാ ശഅർതു ഖത്തു ഖബ്ല ദാലിക അൽയൗം അന്ന അഹദൻ യബ്കി മിനൽ ഫറഹ്. എനിക്കറിയില്ലായിരുന്നു, അന്നേ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്, ഒരാൾക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ, ഒരാൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ അവർ കരയുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിഞ്ഞത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്റെ കൂടെ ഹിജ്റക്ക് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഹത്താ റഅയ്തു അബൂബക്കർ യബ്കി യൗമഇദിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയുകയാണ്. ആ സന്തോഷത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാമല്ലോ എന്നാലോചിച്ച സന്തോഷത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കരയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെയായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. അദ്ദേഹം ഈമാനിന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന ആ ഒരു നിലപാടിലായിരുന്നു. മറ്റൊരു സംഭവം നോക്കൂ സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ആ സംഭവം, അമറനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ നതസദ്ദഖ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നമ്മളോട് സദഖ നൽകാൻ, കുറച്ച് സമ്പത്ത് അത് ചിലവഴിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചു. ഫവാഫഖ ദാലിക ഇൻദി മാലൻ, എന്റെ അടുക്കൽ കുറച്ച് സമ്പത്തുണ്ടായിരുന്നു. فقلت اليوم أسبق أبا بكر إن سبقته يوما قال فجئت بنصف مالي. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലുള്ള കുറച്ച് സമ്പത്ത് അതെടുത്തു കൊണ്ടുവന്നു. ബാക്കി സമ്പത്ത് വീട്ടിൽ തന്നെ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അബ്ഖൈത ലി അഹ്ലിക് ഖുൽതു മിസ്ലഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്താണ് നീ ബാക്കി വെച്ചത്? റസൂലെ, അങ്ങേക്ക് എന്താണോ ഞാൻ തന്നത് അത്രത്തോളം വീട്ടുകാർക്ക് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅതാ അബൂബക്കർ ബികുല്ലി മാ ഇൻദഹു ഫഖാല യാ അബാ ബക്കർ മാ അബ്ഖൈത ലി അഹ്ലിക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇതാ റസൂലെ, എന്റെ സമ്പത്തിതാ, ഞാൻ സദഖ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അബൂബക്കറിനോട് ചോദിച്ചു, നീ എന്താണ് വീട്ടിൽ ബാക്കി വെച്ചത്, അല്ലെങ്കിൽ എന്താണ് നിന്റെ സമ്പത്തിൽ നിന്ന് ബാക്കി വെച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മാ അബ്ഖൈത ലി അഹ്ലിക ഫഖാല അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങേയും അല്ലാഹുവിനെ മാത്രമാണ് ഞാൻ ബാക്കി വെച്ചത്. അഥവാ അവരുടെ അടുക്കലുണ്ടായ മുഴുവൻ സമ്പത്തും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു എന്നത് കേട്ടതുകൊണ്ട് അവിടുന്ന് ചിലവഴിക്കുകയാണ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, അന്ന് ഞാൻ മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന്. നോക്കൂ സഹോദരങ്ങളെ, ഇതായിരുന്നു അബൂബക്കർ. എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായത് എന്ന് ചിലർക്കെങ്കിലും സംശയം വന്നേക്കാം. ഇതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതായി കാണാം, ഇന്ന മിൻ അമന്നിൻ നാസി അലയ്യ ഫീ സുഹ്ബതിഹി വമാലിഹി അബൂ ബക്കർ. ഇതാ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ സഹവാസം കൊണ്ടും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്.
ഇതാ മക്കയിലെ മുശ്രിക്കീങ്ങൾ എല്ലാവരും പ്രയാസപ്പെടുത്തുമ്പോഴും എനിക്ക് സമ്പത്തില്ലാത്ത അവസ്ഥ വരുമ്പോഴും എന്നെ ധാരാളമായി സഹായിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്നിട്ട് അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖത്തു അബൂബക്കറിൻ, ഞാനൊരു ഉറ്റ കൂട്ടുകാരനെ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചേനെ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖലീലായി സ്വീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാനുള്ള കാരണം? മക്കയിലെ കുഫാറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? എന്ത് ചെയ്തതിന്റെ പേരിൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം നിങ്ങൾ ആരാധിക്കണം, മറ്റുള്ള എല്ലാ ഇലാഹുകളെയും നിങ്ങൾ വെടിയണമെന്ന് പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതഖ്തുലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹ്, അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ കൊന്നുകളയുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അവരെ പിടിച്ചു മാറ്റിയ സംഭവം നമുക്കറിയാം. നോക്കൂ സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ നേരത്ത് പറഞ്ഞ വാക്കാണിത്. ഇതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ ധാരാളം സഹായിച്ചവരാണ്, അവരെ ഒരിക്കലും വെറുപ്പിക്കരുത് എന്ന് ആ അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വളരെ സൂക്ഷ്മതയുള്ള വ്യക്തിത്വമായിരുന്നു. ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. അദ്ദേഹം അതിൽ നിന്ന് ഭക്ഷിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം അറിയുന്നത് അത് ഹറാമായ ഒരു ഭക്ഷണമായിരുന്നു എന്നുള്ളത്. അദ്ദേഹം ഉടനെ തന്നെ ചെയ്ത കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ 2 വിരലുകൾ അത് വായിലേക്ക് കയറ്റിക്കൊണ്ട് അത് ഛർദ്ദിച്ചു കളയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ഇങ്ങനെയായിരുന്നു. അദ്ദേഹം അത് ഛർദ്ദിച്ച് പുറത്തേക്ക് കളയുകയാണ്. എത്രത്തോളം? പിന്നീട് വീണ്ടും വെള്ളം കൊണ്ടുവരപ്പെടാൻ പറഞ്ഞു. ആ വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുകയാണ്? അത് പുറത്തേക്ക് തള്ളുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്നിട്ട് അവിടുന്ന് പറഞ്ഞ വാക്കുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, നരകം തന്നെ മതിയായതാണ് എങ്ങനെയുള്ള ആളുകൾക്ക് ഹറാമായ രൂപത്തിൽ വളർന്നു വന്ന ഒരു തടി അവർക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, നമ്മുടെ സമ്പത്ത് ഇതുപോലെ ഹറാമല്ലാത്ത രൂപത്തിലാണ് എന്നത് നമുക്ക് ഉറപ്പുണ്ടോ? എത്ര ആളുകളുണ്ട് ഈ രൂപത്തിൽ സൂക്ഷ്മത പുലർത്തുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഈ രൂപത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഇത്രയൊക്കെ ശ്രേഷ്ഠത ഉണ്ടായിരിക്കെ തന്നെ അദ്ദേഹം സ്വന്തത്തെ വിചാരണ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് നാവ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട് എന്നാണ്. എന്താണത്? ഹാദല്ലദീ ഔറദനി അൽ മവാരിദ്, ഇതാ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള കാരണം ഈ നാവാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, സ്വന്തം മകളുടെ പേരിൽ മക്കയിലെ ചില മുനാഫിക്കീങ്ങളും അതുപോലെയുള്ള ആളുകളും വ്യഭിചാരാരോപണം ഉന്നയിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആലോചിച്ച് നോക്കണം, നമ്മുടെ മക്കൾക്കെതിരിൽ വല്ല ആരോപണവും വന്നാൽ നമ്മൾ ഏതൊരു നിലപാടുകാരാണ് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കണം. അവിടുന്ന് പറയുകയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പാക്കാതെ ഞാനൊരു വാക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആകാശമാണ് എനിക്ക് തണലേകുക, ഏത് ഭൂമിയാണ് എന്നെ വഹിക്കുക എന്ന് പറഞ്ഞ മഹാനായ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നോക്കൂ സഹോദരങ്ങളെ, ഇതായിരുന്നു അദ്ദേഹം. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സഹാബികളിൽ നിന്ന് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്? വളരെ പ്രയാസഘട്ടങ്ങളിൽ പോലും സ്ഥിരതയോടെ നിൽക്കാൻ അദ്ദേഹത്തിന്റെ ഈമാൻ അദ്ദേഹത്തെ സഹായിച്ചു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ബക്റുൽ മുസ്നി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് എന്താണത്? മാ സബഖഹും അബൂബക്രിൻ ബികസ്റതി സിയാമിൻ വലാ സലാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത്രയും ശ്രേഷ്ഠനാകാനുള്ള കാരണം ധാരാളം നിസ്കാരങ്ങളോ അതല്ല എങ്കിൽ ധാരാളം നോമ്പെടുത്തത് കൊണ്ടോയല്ല, വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന ഈമാൻ അതാണ് അദ്ദേഹത്തെ ഇത്രയും വലുതാക്കിയത് എന്ന് ബക്ർ അൽ മുസ്നി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, എല്ലാവിധ നന്മയുടെയും അടിസ്ഥാനം അത് ഈമാനാണ്. ഈമാനുള്ള ആളുകൾക്ക് ഈ ലോകത്ത് ഏറ്റവും നല്ല നീതി രൂപത്തിൽ അല്ലെങ്കിൽ നീതിമാനായ രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് ഈ രൂപത്തിൽ തന്നെ ഈമാൻ ഉള്ളത് കൊണ്ട് വളരെ പ്രയാസഘട്ടങ്ങളിലും ഏറ്റവും നല്ല രൂപത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ സാധിച്ചിരുന്നു. ഹുദൈബിയ സന്ധി നമുക്കെല്ലാവർക്കും അറിയാം. സ്വഹാബിമാർക്ക് പലർക്കും ആ ഒരു കരാർ അത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. എന്താണ് കാരണം? പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക്
പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പല നിബന്ധനകളും സഹാബിമാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്തായിരുന്നു അതിലുള്ള ഒരു നിബന്ധന? മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും മക്കയിലെ ഖുറൈശികളുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചയക്കില്ല, മുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചയക്കില്ല. മറിച്ച് ഖുറൈശികളിൽപ്പെട്ട കാഫിരീങ്ങളിൽപ്പെട്ട ആരെങ്കിലും മുസ്ലിമായി വന്നാൽ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഇതൊരു നിബന്ധനയാണ്. ഇതൊക്കെ കേട്ടതുകൊണ്ട് തന്നെ സഹാബിമാർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ഇസ്സത്തുള്ള സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിന്റെ പേരിൽ അല്ലെങ്കിൽ ദീനിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ഗൈറത്താണ്. അദ്ദേഹം പറയുകയാണ്, ഫാതീതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖുൽതു, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ഞാൻ റസൂലിനോട് ചോദിച്ചു, റസൂലേ അലസ്ത നബിയല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് അല്ലാഹുവിന്റെ ദൂതരല്ലേ, ഹഖ്ഖായി കൊണ്ട് അല്ലാഹു നിങ്ങളെ പറഞ്ഞയച്ചതല്ലേ? റസൂൽ പറഞ്ഞു, ബല, അതെ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് പറയാണ്, അലസ്ന അലൽ ഹഖ്ഖി, അല്ലാഹുവിന്റെ റസൂലേ നമ്മളും ഹഖ്ഖിലല്ലേ? വഅദൂന അലൽ ബാത്തിൽ, നമ്മുടെ ശത്രുക്കൾ അവർ ബാത്തിലല്ലേ, അവർ മോശമായ അവസ്ഥയിലല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല. ഖുൽതു ഫലം നുഅതി അദ്ദനിയത ഫീ ദീനിനാ ഇദൻ, അങ്ങനെയെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ നിന്ദ ഏറ്റുവാങ്ങേണ്ടത്? നമ്മൾ ഹഖ്ഖിലല്ല റസൂലേ, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുത്തൊന്നും പറയാതെ ചെറിയ രൂപത്തിലുള്ള ഒരു മറുപടി പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വലസ്തു അസീഹി, ഞാൻ ഒരിക്കലും എന്റെ റബ്ബിനെ അനുസരിക്കാതിരിക്കുകയില്ല. വഹുവ നാസിരി, അല്ലാഹു എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ സഹിക്കാൻ സാധിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു, യാ അബൂബക്കർ അലൈസ ഹാദാ നബിയല്ലാഹി ഹഖ്ഖാ, അല്ലയോ അബൂബക്കർ ഇത് അല്ലാഹുവിന്റെ റസൂൽ തന്നെയല്ലേ, ഹഖ്ഖായ റസൂലല്ലേ? ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന് സംശയമുള്ളത് കൊണ്ട് ചോദിക്കുന്നതല്ല, മറിച്ച് എന്തിന് നമ്മൾ ഈ ഒരു നിന്ദ വാങ്ങണം എന്ന അർത്ഥത്തിൽ പോയി ചോദിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ എന്താണോ പറഞ്ഞത് അതേ മറുപടി പറയുകയാണ്, ബല, അതെ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂലാണ്. എന്നിട്ട് പറയുകയാണ്, അലസ്ന അലൽ ഹഖ്, നമ്മൾ സത്യത്തിലല്ലേ? വഅദൂന അലൽ ബാത്തിൽ, നമ്മളുടെ ശത്രുക്കൾ അവർ നിരർത്ഥകതയിലല്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു നിന്ദ ഏറ്റുവാങ്ങേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അതേ കാര്യം പറയുകയാണ്, അയ്യുഹർ റജുൽ ഇന്നഹു ലറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. വലൈസ യഅസി റബ്ബഹ്, ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനെ ധിക്കരിക്കുകയില്ല. ഫസ്തംസിക് ബിഗസ്രിഹി ഫവല്ലാഹി ഇന്നഹു അലൽ ഹഖ്. അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖിലാണ്. പിന്നീട് സഹോദരങ്ങളെ നടന്ന ചരിത്രം നമുക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നതായി കാണാൻ സാധിക്കും, ഹുദൈബിയ സന്ധി നമുക്ക് യഥാർത്ഥത്തിൽ അതൊരു ഇസ്സത്ത് തന്നെയാണ് എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, റസൂൽ പറഞ്ഞ അതേ വാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി എന്ന രൂപത്തിൽ പലതും ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ ഈമാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി നടന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് ലഭിച്ച ഇസ്സത്താണിത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ നേരം ഇതാ സഹാബിമാർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു രോഷനായിക്കൊണ്ട് സഹാബിമാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ വധിക്കുക തന്നെ ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിന്റെ അടുക്കലേക്ക് പോയതുപോലെ നമ്മുടെ റസൂലും പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കലേക്ക് വഫാത്തായ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, തിബ്ത ഹയ്യൻ വ മയ്യിത, റസൂലെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ മരണപ്പെട്ട സമയത്തും പാവ അഥവാ നന്നായിട്ടുണ്ട്, അഥവാ ഏറ്റവും നല്ല രൂപത്തിലാണ് റസൂലെ അങ്ങ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മിമ്പറിലേക്ക് കയറിക്കൊണ്ട് പറയുകയാണ് ആ ശ്രദ്ധേയമായ വാക്ക്. എന്താണത് സഹോദരങ്ങളെ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത്രയും കാലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ ഇതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു, ഇതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ഒരിക്കലും മരിക്കാത്തവനാണ് എന്ന ആ വാക്ക് പറയുകയും പിന്നീട് അവിടുന്ന് ആയത്ത് പാരായണം ചെയ്യുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ
ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുകയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമെന്ന് പറഞ്ഞ ആ ആയത്ത് സഹാബിമാർ പറഞ്ഞതായി കാണാം. ഫവല്ലാഹി ലകഅന്ന الناس ലം യകൂനു യഅലമൂന അന്ന അല്ലാഹ അൻസല അൽ ആയ. സഹാബിമാർ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കിയത് എന്ന് നമ്മൾ മറന്നതുപോലെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അത് പാരായണം ചെയ്തപ്പോൾ പിന്നീട് എല്ലാ സഹാബിമാരും ആ ആയത്ത് പാരായണം ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നടന്നതിന്റെ പേരിൽ, അതുപോലെ തന്നെ അവിടുത്തെ ഹൃദയങ്ങളിൽ ഈമാൻ ഉറച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ നിൽക്കാൻ സാധിച്ചു. ഇതുപോലെ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പല പ്രയാസങ്ങളും വരുമ്പോൾ, ഇതാ പല ശത്രുക്കളും നമുക്കെതിരിൽ വരുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ഈ പരീക്ഷണം? നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് തന്നെ അള്ളാഹു പടച്ചതാണ്, ശരി, അങ്ങനെയെങ്കിൽ എന്തിനാണ് നമുക്ക് പ്രയാസം? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ പരീക്ഷിക്കും ആരാണ് ഏറ്റവും നല്ല അമൽ ചെയ്യാനെന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, പട്ടിണി നൽകിക്കൊണ്ടും പ്രയാസം നൽകിക്കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പല ആളുകളെയും മരിപ്പിച്ചുകൊണ്ടുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് പറഞ്ഞതാണ്. വബശ്ശിരി സ്വാബിരീൻ, ആ സമയത്ത് ക്ഷമ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള പ്രയാസം ഒരു പ്രയാസമല്ല. ഇതുപോലുള്ള ചരിത്രങ്ങൾ നമുക്ക് പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നന്മകൾ ചെയ്യുന്ന വിഷയത്തിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സഹാബിമാരോട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്നേ ദിവസം നിങ്ങളുടെ കൂട്ടത്തിൽ സുന്നത്ത് നോമ്പെടുത്തയാൾ ആരാണുള്ളത്? ഫഖാല അബൂബക്രിൻ അന, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നോമ്പുകാരനാണ്. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസതൻ, ഇന്നേ ദിവസം മയ്യത്തിനെ അനുഗമിച്ചത് ആരാണുള്ളത്? ഫഖാല അബൂബക്രിൻ അന, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ. ഖാല ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഖാല അബൂബക്രിൻ അന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതാ ഞാൻ ഇന്ന് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. റസൂലിന്റെ ചോദ്യം അതാണ്, ആർക്കാണ് ഭക്ഷണം, അല്ലെങ്കിൽ ഇന്ന് ഭക്ഷണം കൊടുത്ത ആൾ ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്ന് രോഗിയെ സന്ദർശിച്ച ആരെങ്കിലും ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലേ, ഞാൻ ഇതും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറയുകയാണ്, മജ്തമഅന ഫി ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ 4 കാര്യങ്ങളിൽ ആരെങ്കിലും ഒരു ദിവസം ഒരുമിച്ച് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 4 കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തിയത് കൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് മാത്രമല്ല ചെയ്യാറുള്ളത്. ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച കാര്യം 4ആണ്. ഇനി നമ്മൾ സ്വന്തത്തിലേക്കൊന്ന് നോക്കുക സഹോദരങ്ങളെ. നമ്മൾ എത്ര ദിവസമായി സുന്നത്ത് നോമ്പെടുത്തിട്ട്? ഓരോ ആളുകളും സ്വന്തത്തോട് തന്നെ ചോദിക്കണം. അവസാനമായി റമളാനിൽ നോറ്റ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സ്വയം തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് വളരെ മഹത്തായ ഒരു അമലാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ വെള്ളിയാഴ്ചകളിൽ അതല്ല എങ്കിൽ പല ആളുകളുടെ ചരിത്രവും അതും ഇങ്ങനെ കേട്ടുപോയി, ഇന്ന് നല്ല ഖുതുബയായിരുന്നു എന്ന് പറയാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കിയെടുക്കണം. സഹാബിമാർ ഇങ്ങനെയായിരുന്നു. നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് സ്വർഗമാണ് സഹോദരങ്ങളെ. അതിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കണം. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ മരിക്കുമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ
നമുക്കൊരു കാര്യവും ഉപകാരപ്പെടുകയില്ല. അന്നേ ദിവസം നമ്മുടെ മക്കളോ നമ്മുടെ സമ്പത്തോ ഒന്നും തന്നെ നമുക്ക് ഉപകാരപ്പെടുകയില്ല. അല്ലെ, അന്നേ ദിവസം നമുക്ക് ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മളെ സഹായിക്കുക, നമ്മുടെ അമൽ. അത് നന്മയാണെങ്കിൽ അത് നമ്മോടൊപ്പം ഉണ്ടാകും, തിന്മയാണെങ്കിൽ നമുക്ക് എതിരായിക്കൊണ്ട് അതും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെയായിരുന്നു. നമ്മളും മാറണം, നമ്മളും ഈ രൂപത്തിലാകണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുസ്ലിമീങ്ങളുടെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്താൽ പല മുസ്ലിമീങ്ങൾക്കും പല വിജയങ്ങളും അതുപോലെ തന്നെ പല ഫിത്നകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നടന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന പല സഹാബിമാർക്കും സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ സാധിച്ചു. നമുക്കറിയുന്നതാണ്, യൗമുർ റിദ്ദയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സ്ഥിരതയോടെ നിന്നത്. എത്ര വർഷക്കാലത്താണ് സഹോദരങ്ങളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായത്? 2 വർഷവും 3 മാസവും 9 ദിവസവുമാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഖിലാഫത്തിൽ ധാരാളം ബറക്കത്ത് ചെയ്തതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു തന്ന ഏറ്റവും വലിയ മറ്റൊരു നിഅമത്താണ്, അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയായി വന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രവും നമ്മൾ പഠിക്കേണ്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റേത്. അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതായി കാണാം, കുൻത അവ്വലൽ ഖൗമി ഇസ്ലാമ. ഇതാ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലായി വന്നപ്പോൾ ഒന്നാമതായി റസൂലിൽ വിശ്വസിച്ച സഹാബി അങ്ങാണ്. വഅഖ്ലസുഹും ഈമാന, ഏറ്റവും നല്ല ഈമാനുള്ള വ്യക്തിയും അങ്ങാണ്. വഅഹ്സനുഹും സുഹ്ബ, അതുപോലെ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ റസൂലിനോടൊപ്പം സഹവസിച്ച സഹാബിയും അങ്ങാണ്. വഅശ്ബഹും ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദിയൻ വസംത, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവിടത്തേക്ക് ഒപ്പിയെടുത്ത സഹാബിയും അങ്ങ് തന്നെയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. കുൻതു കൽ ജിബാൽ, കുൻത കൽ ജിബാൽ, അങ്ങൊരു പർവ്വതം പോലെയാണ്. ലാ തുഹർരികുഹു അൽ അവാസിഫ്, കൊടുങ്കാറ്റിന് പോലും അങ്ങേ ചിതറിച്ചു കളയാൻ സാധിക്കുകയില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അഥവാ ഫിത്നയുടെ സമയത്തും അതുപോലെ തന്നെ പ്രയാസഘട്ടങ്ങളിലും ഇതുപോലുള്ള നല്ല നിലപാടെടുക്കാൻ നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇനിയും ധാരാളം ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു കാര്യം മാത്രം പറഞ്ഞു വെക്കാം, അദ്ദേഹത്തിന് വന്ന ആ പേര് അസ്സുദ്ദീഖ്, സത്യസന്ധൻ. സഹോദരങ്ങളെ, ഈ ഒരു സത്യസന്ധത നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മൾ എല്ലാ ആളുകളോടും സത്യസന്ധതയിലായിരിക്കണം പെരുമാറേണ്ടത്. കുതന്ത്രം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കുതന്ത്രത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണത്? ജനങ്ങളെല്ലാവരും സാക്ഷിത്വം വഹിച്ച കാര്യമാണ്. അന്നഹു മൻ ആശ ബിൽ മക്രി മാത ബിൽ ഫഖർ, ആരാണോ കുതന്ത്രവുമായി ജീവിച്ചത് അവൻ മരിക്കുക വളരെ ദരിദ്രനായ രൂപത്തിലായിരിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, സത്യസന്ധത ഉണ്ടാവുക. പറയുന്ന കാര്യത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിലും നമുക്ക് സത്യസന്ധത ഉണ്ടാകണം, ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മുടെ അമലുകൾ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധിയുള്ള നല്ല ഹൃദയവുമായി വരുന്ന ആളുകളാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം നമ്മോടൊപ്പം തന്നെയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ചില കവിതകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് പനി വന്നാൽ അദ്ദേഹം ഇങ്ങനെ പാടാറുണ്ട് എന്നാണ്. എന്താണത്? ഇതാ ചില ആളുകൾ അവരുടെ കുടുംബത്തിൽ സന്തോഷവാരായി രാവിലെയും പകലും കഴിച്ചുകൂട്ടുകയാണ്. വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി, എന്നാൽ മരണം അവരുടെ ചെരുപ്പിന്റെ വാറോളം അടുത്തു തന്നെയുണ്ട് എന്ന കാര്യം അവർ മറന്നുപോകുന്നു എന്ന രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ വാക്ക് നമ്മുടെ ഹൃദയത്തിലും എപ്പോഴും ഉണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا في كل مكان، اللهم انصر إخواننا في كل مكان، اللهم انصر إخواننا في كل مكان. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.